ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇതിൻ്റെ കൃഷിയില്ല, ഗൾഫ് രാജ്യത്തു നിന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇഷ്ടം പോലെ കൊണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമ്മളിപ്പം പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരു മണിക്കൂറോളം നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിലിട്ടേക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതൊക്കെ കഴിക്കാൻ. പിന്നെ ഈ ഡേറ്റ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നാരുകളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പ്രകൃതിദത്ത പഞ്ചസാര ഉള്ളതിനാൽ ഊർജ്ജം നൽകുന്നു. പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളൊക്കെ അടങ്ങിയിരിക്കുന്നു. പഴുത്ത ഫ്രഷ് ഡേറ്റ്സിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ ഉണക്ക ഡേറ്റ്സിനെക്കാട്ടിലും ജലാംശമൊക്കെ ഇതിൽ വളരെ കൂടുതലാണ്. ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ തലച്ചോറിനും ആവശ്യമായ ഊർജ്ജം നൽകാൻ സഹായിക്കുന്നു. ഇതിനകത്ത് പൊട്ടാസ്യമൊക്കെ സാധാരണ ഉള്ളതിനാൽ ഹൃദയാരോഗ്യത്തിന് സഹായകമാണ്. ഇത് ഭക്ഷണത്തിൻ്റെ ഭാഗമൊക്കെ ആക്കാം. മസിലിനൊക്കെ ഒരുപാട് നല്ലതാണ്. ആവശ്യമായ ധാതുക്കളൊക്കെ കിട്ടും. ഇരുമ്പിൻ്റെ അളവും കൂടുതലാണ്. ഫൈബർ ഉള്ളതിനാൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. പിന്നെ ഇത് അധികമായ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലൊക്കെ ഇത് ഒരു 4-5 എണ്ണത്തിൽ കൂടുതലൊന്നും കഴിക്കാനേ പാടില്ല. ഇപ്പം ഡേറ്റ്സ് ആണെങ്കിലും അങ്ങനെയല്ലേ, ഒരു 5 എണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ 3 എണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ കൊടുക്കരുത്. പിന്നെ ഒരുപാടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊക്കെ ദഹനക്കേടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അധികമായ അമൃതും വിഷമെന്ന് പറയുന്ന പോലെ. അന്നേരം എല്ലാവരും കഴിക്കുക, കിട്ടിയാൽ കഴിക്കണം, പക്ഷേ ഒരുപാടങ്ങ് കഴിക്കല്ലേ. ഇത് ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഒരു കവർപ്പ് പോലൊക്കെ തോന്നും. പിന്നെ കഴിച്ചങ്ങ് ശീലമാകും. ഞാനിവിടെ 1/2 കിലോ മേടിച്ച് 3-4 ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കഴിച്ചു. ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണ്. പുളിയാണെങ്കിലും മധുരമായാലും കവർപ്പായാലും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ച് കളയാൻ പറ്റത്തില്ല. ഇത്ര 160 രൂപ എങ്ങാണ്ടായിരുന്നു. 1 കിലോ 160, ഞാൻ 1/2 കിലോ വാങ്ങിച്ചു. കിട്ടിയാൽ കഴിക്കണം. പിന്നെ ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുക്കുകയും ചെയ്യും കേട്ടോ. പഴുക്കുകയും ചെയ്ത് പഴുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ളതാണ്. പിന്നെ ഇത് അച്ചാറൊക്കെ ഇടാൻ നല്ലതാണ്. നിങ്ങൾ കിട്ടിയാൽ മേടിച്ച് കഴിക്കണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ കാണാം കേട്ടോ. ഇച്ചിരി പനിയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആരുടെയും വീഡിയോസൊന്നും കാണാൻ പറ്റാത്തത്.